ചോദ്യപേപ്പർ ചോർച്ച ആരോപണ വിധേയരായ കോഴിക്കോട് കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിൽ വീണ്ടും ലൈവ് വന്നിരിക്കുന്നു. ആരോപണങ്ങളെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നുവെന്നാണ് അറിയിച്ചിരുന്നത്. അന്വേഷണം നടക്കുന്നതിനിടെയാണ് വീണ്ടും ലൈവ് ക്ലാസുകൾ ആരംഭിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദം ഉണ്ടാകുകയും താൻ ഇനി ചാനലിൽ വീഡിയോകൾ പങ്കുവെക്കില്ല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും ലൈവ് ക്ലാസ് തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം? വിവരങ്ങൾ നൽകാം. സ്വാതി, വൈകിട്ടോടുകൂടിയാണ് MS സൊല്യൂഷനിൽ ഇന്ന് രാത്രി ലൈവ് ഉണ്ടാകുന്ന ഒരു അറിയിപ്പുണ്ടായത്. ശേഷം 7:30 ലൈവ് ഉണ്ടാകുന്ന അറിയിച്ചെങ്കിൽ പോലും ലൈവ് ആരംഭിച്ചില്ല. തുടർന്ന് 8 മണിയോടുകൂടിയാണ് ഈ ഒരു ലൈവ് ആരംഭിച്ചത്. നാളത്തെ SSLCയുടെ കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട ലൈവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട് 3 ദിവസം മുന്നേ തങ്ങൾ വീഡിയോ എല്ലാം അവസാനിപ്പിക്കുകയാണെന്നാണ് ഈ CEO ആയിട്ടുള്ള ഷുഹൈബ് അറിയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ന് വൈകിട്ടോടുകൂടി തങ്ങൾ വീണ്ടും ഈ ക്ലാസ് ആരംഭിക്കുകയാണെന്നൊരു പോസ്റ്റർ പുറത്തു വരുന്നു. നമ്മൾ 7:30 തുടങ്ങുമെന്ന് അറിയിച്ചെങ്കിൽ പോലും 7 ആരംഭിച്ചിട്ടില്ല. തുടർന്ന് 8 മണിയോടുകൂടി ആരംഭിച്ചു. ഈ ആരംഭിക്കാതിനെ തുടർന്ന് നമ്മളെല്ലാവരും കരുതി ഒരുപക്ഷെ പോലീസിന്റെയോ മറ്റു ഇടപെടൽ കാരണം ഈ ലൈവ് അവസാനിപ്പിച്ച് ഒഴിവാക്കിയെന്നായിരുന്നു. പക്ഷേ 8 മണിക്ക് ലൈവ് ആരംഭിച്ചു. നിരവധി പേരാണ് ഈ ലൈവിലുള്ളത്. ഏകദേശം 24,000 ആൾക്കാർ നിലവിൽ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ജനപ്രീതി MS സൊല്യൂഷൻ കിട്ടുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോലീസിന്റെ ഒരു നിർദ്ദേശം, അതായത് തങ്ങൾ വീഡിയോ നിർത്തുകയാണെന്ന ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും വീഡിയോ ആയിട്ട് MS സൊല്യൂഷൻ വരുന്നതെന്ന് പ്രത്യേകതയുണ്ട്. പോലീസ് ഇന്ന് അന്വേഷണം, കോഴിക്കോട് പോലീസ് ഇന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ ഇന്ന് രാത്രിയോട് വീണ്ടും ലൈവ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് എന്തെങ്കിലും നടപടിയോ മറ്റോ കാര്യങ്ങളോ വരുമെന്നും നമുക്ക് നിശ്ചയമില്ല. കാരണം ഏതെങ്കിലും ഒരു MS സൊല്യൂഷനാണ് വീഡിയോ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ലൈവ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം അറിയിച്ചത്. പോലീസ് ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം കൊടുത്തിരുന്നെന്നും നമുക്ക് വ്യക്തമല്ല. എന്തായാലും നിലവിൽ ലൈവ് ആരംഭിച്ചിട്ടുണ്ട്. 24,000 മുകളിൽ ആൾക്കാർ നിലവിൽ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാളത്തെ കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട 20ഓളം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പങ്കുവെക്കുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം ഈ ലൈവിൽ പറഞ്ഞെന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. അതിന് പിന്നാലെയാണ് വീണ്ടും നാളത്തെ കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട 20ഓളം ചോദ്യങ്ങളുടെ ഒരു ലൈവ് വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. സ്വാതി. ആഷിഖ്, ഈ ഒരു ലൈവ് 8 മണിക്കാണ് ആരംഭിച്ചത് എന്ന് പറയുന്നു. ഈ ഒരു ലൈവ് പോലീസ് നിരീക്ഷിക്കുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു നടപടി അതെന്തെങ്കിലും ലഭ്യമാണോ? അത്തരം വിവരങ്ങൾ സ്വാതി, തീർച്ചയായും പോലീസും ഇക്കാര്യം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം പോലീസും ഇത്തരത്തിലൊരു ലൈവ് പ്രതീക്ഷിച്ചതില്ല. കാരണം 3 ദിവസം മുമ്പ് ഈ ഷുഹൈബ് തന്നെ ലൈവിൽ വന്നുകൊണ്ട് തങ്ങൾ ഇനി വീഡിയോ ചെയ്യുന്നില്ല, ഇത് അവസാനത്തെ വീഡിയോ ആണെന്നടക്കം അറിയിച്ചതാണ്. പക്ഷേ അതിന് പിന്നാലെ അപ്രതീക്ഷിതമായി വൈകിട്ടോടുകൂടി തങ്ങൾ ഇന്ന് രാത്രി വീണ്ടും ലൈവ് ഉണ്ടെന്ന് അറിയിക്കുന്നു. നാളത്തെ കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ ഈ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുന്ന ലൈവാണെന്ന് അറിയിക്കുന്നു. ശേഷം ഏറെ കൂടി തുടർന്നെന്ന് അറിയിച്ചെങ്കിൽ പോലും ചില സാങ്കേതിക കാരണങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് ഷുഹൈബും അറിയിക്കുന്നത്. ശേഷം 8 മണിയോടുകൂടി ആരംഭിച്ചു. 1 മണിക്കൂറോളം പിന്നിട്ട് നിരവധി ഏകദേശം 24,000 വിദ്യാർത്ഥികൾ നിലവിൽ ആ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷേ പോലീസിനും അമ്പരപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞ ശേഷം വീണ്ടും അദ്ദേഹം വീഡിയോ ചെയ്യുന്നു. അത് പക്ഷേ പോലീസിനെ വെല്ലുവിളിക്കാനാണോ മറ്റോ ആണെന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിൽ വീഡിയോ ചെയ്യരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകിയെന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. കാരണം ഇന്നാണ് അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. പ്രാഥമിക അന്വേഷണം കോഴിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നടക്കം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് നടത്തി ഷുഹൈബിനെ മൊഴിയടക്കാൻ രേഖപ്പെടുത്താൻ നോക്കുന്നതിനിടയിലാണ് വീണ്ടും ലൈവുമായി ഒരു പ്രകോപനത്തിന്റെ തലത്തിലാണോ ഷുഹൈബ് ഇത്തരത്തിലൊരു വീഡിയോ കടന്നതെന്നറിയില്ല. കാരണം വീഡിയോ ചെയ്യുന്നില്ല എന്നറിയ ശേഷം വീണ്ടും വീഡിയോ ചെയ്യാൻ വീണ്ടും ലൈവ് ആരംഭിക്കുന്നു. അത് പക്ഷേ മറ്റു നടപടികളിലേക്ക് പോലീസ് അടക്കം നടക്കുമെന്നും അറിയില്ല. എന്തായാലും ലൈവ് ആരംഭിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മുകളിലായി ലൈവ് MS സൊല്യൂഷന്റെ യൂട്യൂബ് ചാനൽ ലൈവ് ആരംഭിക്കുന്നു. വലിയ ജനപ്രിയ അല്ലെങ്കിൽ നിരവധി വിദ്യാർത്ഥികൾ വന്ന് അതിൽ പങ്കെടുക്കുന്നു. നമുക്കറിയാം പോലെ നാളെയാണ് കെമിസ്ട്രി പരീക്ഷ. ക്രിസ്മസ് പരീക്ഷ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ക്രിസ്മസ് പരീക്ഷകൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഈ കെമിസ്ട്രി പരീക്ഷ. അതിന്റെ പ്രധാനപ്പെട്ട 20ഓളം ചോദ്യങ്ങൾ പരിചയപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൈവ് ആരംഭിച്ചിട്ടുള്ളത്. അതിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. മറ്റ് വിവാദ കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് നമ്മൾ ചില സാങ്കേതിക കാരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലൈവ് അവസാനിപ്പിച്ചെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് വിവാദ കാര്യങ്ങളോ അന്വേഷണവുമായി ബന്ധപ്പെട്ടതോ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം ചില സാങ്കേതിക കാരണങ്ങൾ ഉണ്ടെന്ന് അറിയിക്കുന്നു. ശേഷം നേരെ ലൈവിലേക്ക് കടക്കുന്നു. ഇപ്പോൾ 1 മണിക്കൂറിന് മുകളിലായി സാധാ ക്ലാസ് എടുക്കുന്ന പോലെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ക്ലാസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിരവധി വിദ്യാർത്ഥികൾ ഈ ഒരു ലൈവിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ജനപ്രീതി അല്ലെങ്കിൽ കമന്റ് ബോക്സിലടക്കം വലിയ
ഈ ഷുഹൈബിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ MS സൊല്യൂഷനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആൾക്കാർ രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ആ വിവാദം ഒന്നും പരിഗണിക്കാത്ത ഒരു തരത്തിൽ വീണ്ടും ലൈവ് ആരംഭിക്കുന്നു. ഈ ലൈവ് ശരി ആഷിഖ് റഹ്മാൻ, എന്തായാലും MS സൊല്യൂഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ വീണ്ടും ലൈവ് വന്നിരിക്കുകയാണ്. നാളത്തെ SSLC പരീക്ഷയുടെ കെമിസ്ട്രി ചോദ്യങ്ങളാണ് ഈ ഒരു ലൈവിൽ പരിചയപ്പെടുത്തുന്നത്.